പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ കാരണം യുവാക്കൾക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ CPMനെ ആ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി 76 വയസ്സുകാരനായ ഒരു സുമുഖനും സുന്ദരനും സുശീലനുമായ ഒരു യുവാവിനെ ഡൽഹിയിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ആളായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് റാങ്കോട് കൂടി അദ്ദേഹത്തിനൊരു ജോലി കൊടുത്തതിൽ, പ്രത്യേകിച്ചും തൊഴിലില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് കുറേ കാലമായിട്ട്, അതിൽ CPMനെ അഭിനന്ദിക്കുകയാണ്. വലിയ വിപ്ലവാദ്യങ്ങളൊക്കെ കൊടുക്കേണ്ടുന്ന കേസാണ്. കാരണം അതിനേക്കാളും പ്രായം കുറവുള്ള EP ജയരാജനെ പോലെയുള്ള CPMൻ്റെ മുതിർന്ന നേതാക്കന്മാർ അവർക്കൊക്കെ പണിയില്ലാണ്ടിരിക്കുക. അവർ ഒരു ടേം മന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് ഒരു ടേം കൊടുത്തു, ഇനി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. രവീന്ദ്രൻ മാഷ്ക്ക് കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളാണ്. വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിനെയും ഇനി ഒരു ടൈം കൊടുക്കാൻ പറ്റില്ല, ഒരു വട്ടം മന്ത്രിയായി എന്ന് പറഞ്ഞു. ശൈലജ ടീച്ചറെ ആവട്ടെ, കേരളം കണ്ട AR മേനോന് ശേഷം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി എന്ന പേരെടുത്ത ശൈലജ ടീച്ചർ അമ്മ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശൈലജ ടീച്ചർ, അവർക്ക് നിയമസഭയ്ക്ക് വീണ്ടും മത്സരിപ്പിച്ചു. കാരണം നിയമസഭയിൽ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മത്സരിപ്പിക്കാതിരുന്നാൽ മതി, ആ സീറ്റ് വേറെ ആർക്കും കൊടുത്താൽ മതിയായിരുന്നു. അവരെയും ഈ ഒരു ടൈം കാരണം പറഞ്ഞ് കൊടുത്തില്ല. 2021 മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടില്ല. അതേസമയം നമ്മളെ കാരണഭൂതൻ ക്യാപ്റ്റൻ 70-ലും 77-ലും ഒക്കെ MLA ആയതാ, 96-ലും മന്ത്രിയായതാ, 2016-ലും മുഖ്യമന്ത്രിയായി. പുള്ളിക്ക് ടൈമൊന്നും ബാധകമില്ല. പുള്ളിക്ക് ആജീവനാന്തം ഇതിൽ തുടരാനുള്ള എല്ലാ അനുമതിയും കൊടുത്തിട്ടുണ്ട്. കാരണം പുള്ളിയാണ് തീരുമാനം എടുക്കുന്നത്. ഞാൻ തുടരണോ വേണ്ടേ എന്നുള്ളത് പുള്ളിയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായിരുന്നാലും ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ, കാരണം അദ്ദേഹം ആകെ 84-ലും 89-ലും 91-ലും MP ആയി. 96-ൽ അദ്ദേഹം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നമ്മളെ തോമസ് മാഷ് സേവ്യർ അറക്കലിനോട് പരാജയപ്പെട്ടു. അപ്പോൾ 2001-ൽ എന്ത് കെട്ടി നേരെ നിയമസഭയ്ക്ക് മത്സരിച്ചു. നിയമസഭാ അംഗമായി, 5 കൊല്ലം MLA ആയിട്ടിരുന്നു, മന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു. 2006-ൽ അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അപ്പോൾ 2 ടൈമായി കേട്ടോ അദ്ദേഹം. പക്ഷേ ഇടതുമുന്നണിക്കാണ് മന്ത്രിസഭ, അപ്പം മന്ത്രിയാവാൻ പറ്റിയില്ല. അതിൽ 2009-ൽ ഈ MLA സ്ഥാനം രാജിവെച്ച് ലോക്സഭയ്ക്ക് വീണ്ടും മത്സരിച്ചു, MP ആയി. 2009-ൽ സത്യത്തിൽ ഹൈബിയുടെ അവിടെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മൂപ്പര് സിറ്റിംഗ് MLA ആണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നതിൽ വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ലോക്സഭയിലേക്ക് തന്നെ വീണ്ടും മത്സരിച്ചു, ചുളുവില സീറ്റ് തട്ടിയെടുത്തു, നേരെ MP ആയി. 2014-ൽ വീണ്ടും MP ആയി. 2019-ൽ പക്ഷേ, കാരണം കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ ഒരാളെ ഒരു സ്ഥാനത്താക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മരണം വരെ ആ സ്ഥാനത്ത്, ആ സീറ്റിൽ തുടരും ഇവർ 50 കൊല്ലം 60 കൊല്ലമൊക്കെ. എന്നാൽ KV തോമസിനെയും PJ കുര്യനെയും ഒഴിവാക്കണമെന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള ശക്തമായ വികാരത്തിൻ്റെ ഭാഗമായിട്ട്, കാരണം കോൺഗ്രസ്സുകാർ ഒരാൾക്ക് സീറ്റ് കൊടുക്കാതെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് അവരുടെ അവസ്ഥ പരിതാപകരാണെന്ന് ആലോചിക്കണം. പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല. അതും കഴിഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ, കാരണം പുള്ളി അതിനിടയ്ക്ക് തന്നെ പുള്ളി MP ആയിരിക്കുന്ന സമയത്ത് 2009-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളെ MA ബേബിയെയും സീതാറാം യെച്ചൂരിയെയും വീട്ടിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കുമ്പളങ്ങിയിലെ തിരുതാവിനൊക്കെ പുള്ളി തന്നെ ചൂണ്ടയിട്ട് പിടിച്ച് അവർക്ക് കറി വെച്ച് കൊടുത്തു. നല്ല പാചക വിദഗ്ധനാണ് മൂപ്പര്. ശരിക്കും ആ പണിക്ക് പോവുക നല്ലത്. കാരണം ഇനിയിപ്പോൾ നോൺ വെജ് പഴയിടം നമ്പൂതിരി ഒഴിവായിട്ട് ഇനിയിപ്പോൾ നോൺ വെജൊക്കെ മെനുവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മീൻകറി വെക്കാൻ ഏറ്റവും വിദഗ്ധനായ ഒരാളാണ് മൂപ്പര്. 10ാം നമ്പർ ജനപഥത്തിൽ സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ കുറേ കാലം മീൻകറി വെച്ച് കൊടുത്തതാണ്. അതായിരുന്നു പണി ഡൽഹിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയത്. ഏതായിരുന്നാലും യെച്ചൂരിക്കും ബേബിക്കും കൊടുത്ത മീൻകറി അവർക്കിഷ്ടമായി. അവരും ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു. പിന്നെ കാരണഭൂതനും ഒക്കെ സമീപകാലത്ത് കണ്ണൂരിലും ഒക്കെ പോയിട്ട് പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് അവർക്കും മീൻ കൊടുത്തു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് തിരുത. എന്തായാലും തിരുത കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൂടി നിയന്ത്രിക്കാൻ പോവുകയാണ്. തിരുത ഇതുവരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ചും 10ാം നമ്പർ ജനപഥത്തിലെ അടുക്കള രാഷ്ട്രീയത്തെ മാത്രം നിയന്ത്രിച്ചിരുന്നു. തിരുതന് കേരളത്തിൻ്റെ മന്ത്രിയാണ്. മലയാളികൾക്കെല്ലാം തിരുത മീൻ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും ഈ 5-6 തവണ MPയും, അതും 10-32 വയസ്സിൽ വന്ന കോളേജ് അധ്യാപകനായിരുന്നു, അതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. MP ആയിരുന്നതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്, MLA ആയിരുന്നതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്, സംസ്ഥാന മന്ത്രിയായതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്, കേന്ദ്രമന്ത്രിയായതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സുകാലത്തൊക്കെ ചെയ്യേണ്ടത്, സാധാരണ ബോധമുള്ള മനുഷ്യന് ഒരു മടുപ്പ് വരില്ലേ, ഞാൻ വല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിലെ സജീവമാകാം. ഇവിടെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഭീമമായ സംഖ്യ പെൻഷൻ കിട്ടുന്ന ഒരാൾ അതിന് ശ്രമിക്കാതെ അധികാരത്തിൻ്റെ പുറകെ തന്നെ പോയി
ഇപ്പുറത്താവട്ടെ കാരണഭൂതൻ ഞാൻ പറഞ്ഞല്ലോ കൂടെയുള്ള എല്ലാവരെയും വെട്ടിമാറ്റിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുത്തു പോവുകയാണ്. അടുത്ത കാലത്ത് CPM സർക്കാർ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള പ്രാധാന്യം ആലോചിക്കണം. ശോഭന ജോർജ് എന്ന് പറയുന്ന കരുണാകരൻ്റെ മാനസപുത്രിയായിരുന്ന ചെങ്ങന്നൂർ പലവട്ട MLA ആയ, എന്നാൽ ഒരു ഘട്ടത്തിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്നു സ്വതന്ത്രമായിട്ട് നിന്ന കണ്ട് ചിരിച്ചവർ പോലും വോട്ട് കൊടുത്തില്ല. അപ്പോൾ അത്ര കണ്ട ആ നാട്ടുകാർക്ക് വേണ്ട. അതിനെ കൊണ്ടുപോയിട്ട് ആദ്യം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഔഷധിയുടെ ചുമതല. വേറൊന്നുണ്ടായിരുന്നു, ഇപ്പോൾ ലതിക സുഭാഷ്, അവർ അങ്ങോട്ട് വന്നു, അവർക്കും നല്ല സ്ഥാനം കൊടുത്തു NCPയുടെ കെയർ ഓഫിൽ. മറ്റൊന്ന് ഷാഹിദ കമാൽ, മറ്റേ വനിതാ കമ്മീഷനിൽ പിടിച്ചിട്ടു. KC റോസക്കുട്ടിക്ക് നല്ല സ്ഥാനം കൊടുത്തു. വി അബ്ദുറഹ്മാനൊക്കെ പിന്നെ കപ്പാസിറ്റി ഉള്ള ആളാണ്. അയാൾ വന്നാൽ അയാളെ കൊണ്ട് ഗുണമുണ്ട്. അയാൾ പിന്നെ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മന്ത്രിയാക്കിയാലും അദ്ദേഹത്തിന് 2 തവണ സീറ്റ് കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല. അൻവറിന് കൊടുത്തതിലും തെറ്റില്ല. KMCക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇജാതി കുറേ മുതലുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. KP അനിൽകുമാറിനെ കോഴിക്കോട് ജില്ലയിൽ പോലും 10 പ്രവർത്തകർ കൂടെ ഇല്ല. ഞാൻ കേരളത്തിലാകെ പ്രചാരണം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. കേരളത്തിൽ എവിടെ പോയാലും 4 കോൺഗ്രസ്സുകാർ മൈൻഡ് ചെയ്യാനില്ല. പിടിച്ച് ഒടയപ്പക്കിൻ്റെ ചെയർമാൻ, അതിനൊക്കെ പുതിയ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ DYFIക്കാരോട് SFIക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ DYFIയിലും SFIയിലും ഒന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. നിങ്ങൾ CPMലും അല്ല ആരംഭിക്കേണ്ടത്. നിങ്ങൾ നേരെ ഈ സത്യത്തിൽ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ ലീഗിലോ പോയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുക. കോൺഗ്രസ്സിൽ നിങ്ങളൊരു 5-6 കൊല്ലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് വല്ല വിട്ടുപോരുക. കാരണം നിങ്ങൾക്ക് ക്യാബിനറ്റ് പദവി കിട്ടും, നിങ്ങൾക്ക് നിയമസഭാ സീറ്റ് കിട്ടും, നിങ്ങൾക്ക് വനിതാ കമ്മീഷൻ അംഗത്വം കിട്ടും, നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇരുത്തും, ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം തരും. ഇത് തരുമ്പോൾ ഏറ്റവും നല്ലത് അതായിരിക്കും. കാരണം അടിസ്ഥാനമായി തല്ലുകൊണ്ട് പ്രവൃത്തിയെടുത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ചൊറിയും കുത്തിയിരിക്കുകയാണ്. വിറക് വെട്ടാനും വെള്ളം കോരാനൊക്കെ ഈ സ്ഥാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതും 76 വയസ്സുള്ള യുവാവിനെ കൊണ്ടുവന്നതേ. വേറെ ഒരു യുവതിയെ കൊണ്ടുവന്നിരുന്നു, റോസക്കുട്ടി. എന്തൊരു കഷ്ടമാണ് ഇത് എന്ന് പറയാൻ വയ്യ. പാർട്ടി CPM ആണ്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പണ്ട് തന്നെ നമ്മളെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണത്. ഈ പാർട്ടിയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്നവർക്ക് ഒരു ചുക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചറൊക്കെ 2ാം ടൈം മത്സരിക്കില്ല, മന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് മത്സരിച്ചത്. EP ജയരാജന് പോലും ഒരു ചുക്കും അറിയില്ല. തൽക്കാലം ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയുന്നത് നമ്മളെ ജോൺ ബിട്ടാസിനും കാരണഭൂതനും പിന്നെ കുറച്ച് ചിങ്കിടികൾക്കും, ഇത്രയും പേർക്ക് മാത്രമാണ് അറിയുന്നത്. എന്തായിരുന്നാലും വിപ്ലവത്തിൻ്റെ വഴിയെ യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുന്ന, കോടിക്കണക്കിന് രൂപ അനാവശ്യമായ പദവികൾ സൃഷ്ടിച്ചുകൊണ്ട് ചെലവഴിച്ചു പോകുന്ന കാരണഭൂതനും ഇടതുമുന്നണി സർക്കാരിനും എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു.